ക്രോഷറ്റിൻ്റെ ബേസിക് സ്റ്റെപ്സൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പ് നമ്മൾ സിംഗിൾ ക്രോഷറ്റും ഹാഫ് ഡബിൾ ക്രോഷറ്റും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷറ്റ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂല് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നൂല് ഇതും കൂടെ നമ്മുടെ ആ ഒരു റൗണ്ടിന്റെ ഉള്ളിലൂടെ എടുക്കുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഈ സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിലൂടെ നമ്മുടെ ഈ ക്രോഷറ്റിന്റെ നീഡിൽ വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ ചെയിൻസ് ഇട്ടിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയിൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി പഠിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റിച്ചായിട്ട് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ കുറച്ച് ചെയിൻസ് ഉണ്ടാക്കിയിട്ട് വരാം. ജസ്റ്റ് നൂലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹോളിലൂടെ ഒന്ന് വയ്ക്കുക. ഇതുപോലെയാണ് നമ്മുടെ ചെയിൻ ഉണ്ടാവുക. കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് ഇതുപോലെ നമുക്ക് കുറച്ച് ചെയിൻസ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ചെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ ചെയിൻസ് ഉണ്ടാവുക. ഇനി നമുക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ക്രോഷറ്റ് നീഡിലുള്ള ഈ ഒരു ലൂപ്പ് കണ്ടില്ലേ, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു നീഡിലേക്ക് നമ്മുടെ ആ ഒരു നൂല് കൊണ്ടുവരിക. ഒറ്റ പ്രാവശ്യം ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് വരും. അല്ലാതെ നമ്മൾ ഈ ഒരു നീഡിലിന് സെക്കൻഡ് ചെയിൻ, അതായത് ഇതൊന്ന് ഇത് രണ്ട്, ഈ ചെയിനിന്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു നീഡിൽ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത ശേഷം ഉള്ളിൽ കൂടെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ചുറ്റിച്ചിട്ട് ഉള്ളിൽ കൂടെ തന്നെ കൊണ്ടുവരും. ഈ ഒരു രീതിക്ക് കണ്ടില്ല. അപ്പൊ നമ്മുടെ നൂല് ആ ഒരു നീഡില് 3 എണ്ണം കാണും. 1 2 3. ഇനി നമുക്ക് ഇത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇവിടെ ആദ്യത്തെ 2 എണ്ണം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇങ്ങനെ. അപ്പൊ നമ്മുടെ നീഡില് 2 ചെയിന് വരും. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ നൂല് ആ ഒരു നീഡിലേക്ക് ചുറ്റിച്ചു കൊടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ചു. അപ്പൊ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ഉണ്ടാവുക. ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ചുറ്റിക്കുക. അതിനുശേഷം ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് ഉള്ളിലൂടെ ഒന്നും കൂടി ചുറ്റിക്കുക. എന്നിട്ട് ഇങ്ങനെ വലിക്കുക. പിന്നെ ഒരു പ്രാവശ്യം നൂല് ഇതുപോലെ ചുറ്റിച്ചിട്ട് 2 ചെയിനിലേക്കും കൂടി ഇതുപോലെ ചുറ്റിച്ച് വലിച്ചെടുക്കുക. ഇനി ഓരോ പ്രാവശ്യം കൂടി ഇതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതിയേ, നമുക്ക് മനസ്സിലാവും. നൂല് ചുറ്റിച്ചെടുത്തിട്ട് ഫസ്റ്റത്തെ 2 സ്റ്റിച്ച് ഇതുപോലെ, അതിനുശേഷം ഒരു പ്രാവശ്യം. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ പഠിച്ചെടുക്കുന്ന സമയത്ത് ഓരോ ചെയിനിലും ഇങ്ങനെ കുറച്ച് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് പഠിക്കുക. അതിനുശേഷം നമുക്ക് ഓരോ സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ട് നമുക്ക് കുറച്ച് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കാം. ഇപ്പൊ പാറ്റേൺസ്, ഇപ്പൊ ഇത് സാധാരണത്തെ ഒരു നൂലാണ്. ഇത് കണ്ടില്ലേ? ഇതുപോലത്തെ നൂലാണ്. ഇതിന് നമുക്ക് ക്രോഷറ്റിന്റെ ഓരോ പാറ്റേൺസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പാറ്റേൺസ് ഒക്കെ കിട്ടും, പക്ഷെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു നൂലിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ നമുക്ക് പഠിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു നൂല് നമ്മൾ പഠിച്ചെടുത്താൽ മതി. നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല നൂല് വാങ്ങിയിട്ട്
അതിൽ ചെയ്താൽ മതി കേട്ടോ. അത് കുറച്ച് നമ്മൾ ഈ ഒരു നൂലിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം ആദ്യം പഠിച്ചെടുക്കണ സമയത്ത് അധികം വിലയില്ലാത്ത നൂല് വാങ്ങിയിട്ട് അതിൽ പഠിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലതൊക്കെ വെച്ചിട്ട് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ചെയിൻ ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്തെടുക്കുക. ജസ്റ്റ് അതുപോലെ നൂല് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക, ഉള്ളിൽ കൂടെ വലിക്കുക, എന്നിട്ട് 3 2 ആക്കുക. പിന്നെ ഒരു പ്രാവശ്യം കൂടി ചുറ്റിച്ചിട്ട് ഫുള്ളായിട്ട് അതിലേക്ക് മൊത്തത്തിൽ ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ചെയിനിലൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതുപോലെ കുറേ ചെയിൻസ് ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓരോ സ്റ്റിച്ചും പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ എങ്ങനെയാണ് സിംഗിൾ ക്രോഷറ്റ് ചെയ്തത് എന്നുള്ളതും ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡബിൾ ക്രോഷറ്റും കൂടി പഠിച്ചെടുക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് നമ്മുടെ ഒരു റിലേഷൻ്റെ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി. ഇപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നോർമലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇനി മുതൽ കുറച്ച് അങ്ങോട്ട് ഉണ്ടാവും. കുറച്ച് ഡിലേ ആയതിന് ക്ഷമിക്കണം. കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി മുതൽ വീഡിയോസൊക്കെ നമ്മുടെ ക്രോഷറ്റിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്